കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോ? ഒറ്റ വസ്തു കൊണ്ടാണോ ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ല. അപ്പോൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ എന്തെല്ലാം വസ്തുക്കളാണ് നമുക്ക് ആവശ്യം? അപ്പം ഡ്രിങ്ക്സിന്റെ പൊടി ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്വാഷും വെള്ളവും പഞ്ചസാരയും ചേർത്ത് നമ്മൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയില്ലേ? അങ്ങനെ ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ നമ്മളൊരു പേര് വിളിക്കും. എന്താണെന്ന് അറിയാമോ? ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ചേർന്നുണ്ടായവയെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? അതെ. അപ്പോ നിങ്ങൾക്ക് മിശ്രിതങ്ങളുടെ ഉദാഹരണങ്ങൾ പറയാമോ? പറയൂ, ഉദാഹരണങ്ങൾ ഓരോരുത്തരായി പറയും. നമ്മൾ കഴിക്കുന്ന പഞ്ചസാര, ലൈനി, വെള്ളം, അങ്ങനെ ഒത്തിരി മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമുക്കറിയാം. എന്നാൽ ചെടിവെള്ളം ഒരു മിശ്രിതമാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആണ്. എന്തുകൊണ്ടാണ് അത് മിശ്രിതമായത്? അതെ, ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെടിവെള്ളത്തിൽ ഒരു മിശ്രിതം എന്ന് പറയാം. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മളൊരു കുറച്ച് ചെടിവെള്ളം എടുത്ത് കളക്ട് ചെയ്ത് നമ്മളിങ്ങനെ അനക്കാതെ കുറച്ച് നേരം വച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം അതിനകത്ത് കാണാൻ പറ്റുമോ? കുറച്ച് നേരം കഴിയുമ്പോൾ ചെടി താഴെയായിട്ടും വെള്ളം മുകളിലായിട്ടും ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ പകരം ഉപ്പ് ലായനിയാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നതെന്ന് വെച്ചോ. എന്നാൽ എന്തെങ്കിലും മാറ്റം അതിനകത്ത് സംഭവിക്കുമ്പോൾ ഇത്തരത്തിലൊരു വേർതിരിഞ്ഞ് അടിയുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഇല്ല. അതൊരിക്കലും വേർതിരിഞ്ഞ് അടിയുന്നില്ല. അപ്പോ നമ്മൾ ചെടിവെള്ളം അവിടെ അടിയാൻ കാരണം എന്തായിരുന്നിരിക്കാം? വലിയ കണികകളായിരുന്നു, അതുകൊണ്ട് അത് അടിഞ്ഞു. പക്ഷെ ഉപ്പിലായെങ്കിൽ അങ്ങനെ ഒരു വേർതിരിഞ്ഞ് അടിയുന്ന അവസ്ഥ ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉപ്പിലായനിയുടെ എല്ലാ ഭാഗങ്ങളിലും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കുമോ? ഘടകങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലായിരിക്കും. അത്തരം മിശ്രിതങ്ങളെ നമ്മൾ പേര് പറയാറുണ്ട്. എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത്തരം മിശ്രിതങ്ങളെ വിളിക്കുന്ന പേരാണ് ഏകാത്മക മിശ്രിതങ്ങൾ. ഇപ്പൊ നമ്മൾ ആ ഉപ്പുലായനിയുടെ കാര്യം പറഞ്ഞപ്പോ കുറെ ആ ഏകാത്മക മിശ്രിതത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞാൽ ഏതെല്ലാം വരുന്നു? ഘടകങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലായിരിക്കും. വേർതിരിഞ്ഞ് കാണാൻ പറ്റിയോ? ഇല്ല, വേർതിരിഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ നമ്മൾ ഒരു ഉപകരണം ഉപയോഗിച്ചായിരുന്നു. അതായത് ഈ വേർതിരിഞ്ഞ് കാണാനായിട്ട് എന്തെങ്കിലും ഉപകരണം നമ്മൾ ഉപയോഗിച്ചോ? ഇല്ല. നമ്മൾ എങ്ങനെയാണ് കണ്ടത്? നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെയാണ് കണ്ടത്. അപ്പോ ഈ രണ്ട് പ്രത്യേകത, അതായത് നമ്മുടെ ഘടകങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലാണെന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് വേർതിരിച്ച് കാണാനായിട്ട് സാധിച്ചില്ല എന്ന രണ്ട് വസ്തുതകൾ വെച്ചിട്ട് നമുക്കൊരു നിർവചനം നിർമ്മിക്കാൻ കഴിയുമോ? ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഒരു നിർവചനം നിർമ്മിക്കാമോ? സുനീന ഒന്ന് പറഞ്ഞു നോക്കി. ഘടകങ്ങളുടെ അനുപാതം എല്ലായിടത്തും ഒരുപോലെയുള്ളതും നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭിന്നമായി കാണാൻ പറ്റാത്തതുമായ മിശ്രിതങ്ങളെ ഏകാത്മക മിശ്രിതങ്ങൾ. അപ്പൊ നമുക്ക് ഏകാത്മക മിശ്രിതങ്ങളെ എങ്ങനെ നിർവചിക്കാം? സുനീന ഇപ്പൊ പറഞ്ഞതുപോലെ ഘടകങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലുള്ളതും നഗ്നനേത്രങ്ങൾ കൊണ്ട് വേർതിരിച്ച് കാണാൻ സാധിക്കാത്തതുമായ മിശ്രിതങ്ങളെ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയാം. എന്നാൽ ചെടിവെള്ളം നമ്മൾ അങ്ങനെയല്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് കാണാൻ പറ്റി? വേർതിരിച്ച് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മുടെ അങ്ങനത്തെ ഒരു ഭിന്നമായ രീതിയിലാണ് അവിടെ എന്തിരിക്കുന്നത്? ഘടകങ്ങൾ ഇരിക്കുന്നത്. അത്തരം മിശ്രിതങ്ങളെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ഭിന്നാത്മക മിശ്രിതങ്ങൾ. എന്നാൽ ഈ നേർ വിപരീത സ്വഭാവമുള്ള ഏകാത്മക മിശ്രിതത്തിൽ നിന്നും നേർ വിപരീത സ്വഭാവമുള്ള ഭിന്നാത്മക മിശ്രിതങ്ങൾക്ക് ഒരു നിർവചനം നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ? മരിയ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഘടകങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ അനുപാതം അല്ലാത്തതും വേർതിരിച്ച് കാണാൻ കഴിയുന്നതുമായ മിശ്രിതങ്ങൾ ഭിന്നാത്മക മിശ്രിതങ്ങൾ. അപ്പൊ എന്താണ് ഭിന്നാത്മക മിശ്രിതങ്ങളുടെ നിർവചനം? ഘടകങ്ങൾ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലല്ലാത്തതും നഗ്നനേത്രങ്ങൾ കൊണ്ട് വേർതിരിച്ച് കാണാൻ സാധിക്കുന്നതുമായ മിശ്രിതങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഭിന്നാത്മക മിശ്രിതങ്ങൾ. എങ്കിൽ ഭിന്നാത്മക മിശ്രിതത്തിനും ഏകാത്മക മിശ്രിതവും കൊണ്ട് നമ്മൾ മിശ്രിതങ്ങളെ എങ്ങനെയാണ് വർഗീകരിച്ചത്? എത്രയായി വർഗീകരിച്ചു? രണ്ടായി വർഗീകരിച്ചു. അപ്പൊ നമ്മുടെ മിശ്രിതങ്ങളെ എത്രയായി വർഗീകരിക്കാം? രണ്ടായി വർഗീകരിച്ചു. മിശ്രിതങ്ങൾ എത്രയാണ്? ഏതെല്ലാമാണ്? ഏകാത്മക മിശ്രിതം, ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം. ഭിന്നാത്മക മിശ്രിതം.
മിശ്രിതം ഇങ്ങനെ രണ്ടായി വർഗീകരിക്കാം. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്ന സ്വർണം അതൊരു മിശ്രിതമാണോ? അതെ. ആണോ? ആണെന്ന് അഭിപ്രായമുള്ളവർ കൈവരിക്കുക. ആണെന്ന് അഭിപ്രായമുള്ള ഒരാൾ പറയും. എന്തുകൊണ്ടാണ് അതൊരു മിശ്രിതമാണെന്ന് പറയാൻ കാരണം? ചെറിയ അളവിൽ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? മറ്റു ചില ലോഹങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ ലോഹങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ചെമ്പ്, വെള്ളി, അങ്ങനത്തെ മറ്റു ചില ലോഹങ്ങൾ എന്തും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? സ്വർണ്ണാഭരണം ഉണ്ടാക്കുന്ന സ്വർണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ കാണുമ്പോൾ അത്തരത്തിലൊരു വേർതിരിഞ്ഞ അവസ്ഥ കാണാൻ പറ്റുന്നുണ്ടോ? വേർതിരിഞ്ഞ് കാണുന്നുണ്ടോ ഏതെങ്കിലും ലോഹങ്ങളെ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ പഠിച്ച വർഗീകരണത്തിൽ ഏത് വർഗീകരണത്തിലായിരിക്കും സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്ന സ്വർണം ഉൾപ്പെടുക? ഏകാത്മക മിശ്രിതം.